ജിജീസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺഡേ വ്ളോഗ് ആട്ടോ. ഞങ്ങളിതാ രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയി കുർബാനയൊക്കെ കഴിഞ്ഞ് വന്നു. വീട്ടിലൊന്ന് കയറിയപ്പിക്കും തന്നെ ഇതാ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന ചേട്ടൻ വണ്ടിയൊക്കെ ആയിട്ട് ഞങ്ങളുടെ കോട്ടേഴ്സിൻ്റെ ഉള്ളിലേക്ക്, ഞങ്ങളുടെ ക്യാമ്പസിൻ്റെ ഉള്ളിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കരിമ്പിൻ ജ്യൂസ് റെഡി. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഇതാ നല്ല അടിപൊളി കരിമ്പിൻ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുടിച്ചൊക്കെ നോക്കിയാൽ അറിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തായാലും കുറച്ച് സമയം ഇത് തണുപ്പിക്കാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അപ്പോൾ തണുത്തതിന് ശേഷം കുടിക്കുമ്പോഴൊരു കൂടുതൽ ടേസ്റ്റ് എന്ന് പറഞ്ഞവരൊക്കെ. അപ്പോൾ എന്നാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാൻ പോകണം. അപ്പോൾ ഞങ്ങളെല്ലാവരും കോട്ടേഴ്സിലുള്ള എല്ലാവരും തന്നെ പോയി ജ്യൂസൊക്കെ വാങ്ങിച്ച് കുറച്ച് ഞങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാമെന്ന് പറഞ്ഞ് കുറച്ചധികം വാങ്ങിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്. നാട്ടിലുള്ള ചൂടിനേക്കാളും വെട്ടിക്കുന്ന ചൂടാണ് ഇപ്പോൾ ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞാൽ. ഞങ്ങൾക്ക് സ്കൂളിലെ ടൈമിങ്ങൊക്കെ മാറ്റി രാവിലെ 7:30 ഇപ്പോൾ ഞങ്ങളുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം. അതുപോലെ ക്ലാസ് കഴിയുന്നത് ഞങ്ങൾക്ക് 1:30-1:30ക്കാണ് ക്ലാസ് കഴിയുന്നത്. അത്രയും നല്ല ചൂടായി. അപ്പോൾ അതുകൊണ്ടാണ് ഭയങ്കര ചൂട് കാരണം കൊണ്ട് ടൈം ഇങ്ങനെ മുന്നോട്ടേക്ക് ആക്കുന്നതാണ്. അപ്പോൾ ചൂടത്ത് നമുക്ക് കരിമ്പിൻ ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് നമ്മൾ തണുപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് അധികം കുടിക്കാറില്ല. അങ്ങനത്തെ ഫ്രിഡ്ജ് ഐറ്റംസ് ഞാൻ മാക്സിമം ഒഴിവാക്കണം. കാരണം എൻ്റെ വോയിസ് നല്ലപോലെ ഡൗൺ ആയി. ഞാൻ ഐസ്ക്രീം കഴിച്ചതായിരുന്നു അഞ്ജലിയുടെ ബർത്ത്ഡേയുടെ സമയത്ത്. അപ്പോൾ അത് കഴിച്ചോടുകൂടി ഡൗൺ ആയിപ്പോയി ഒപ്പി. അപ്പോൾ ശരിയായി വരുന്നതേ ഉള്ളൂ, നോർമലായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് കുടിക്കാനുള്ള ജ്യൂസ് ഞാൻ പുറത്ത് വെച്ചിരിക്കുകയാണ്. ബാക്കി ഇവർക്കൊക്കെ തണുപ്പിച്ച് കുടിക്കുന്ന ഇഷ്ടം, അഞ്ജുവിനായാലും ചേട്ടനായാലും. അപ്പോൾ അവർക്കൊക്കെ ഉള്ളത് ഫ്രിഡ്ജിനകത്ത് ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും തൊട്ടടുത്ത് തന്നെ നിന്ന് ചേട്ടൻ കരിമ്പ് ജ്യൂസൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ കറക്റ്റ് കാണാനൊക്കെ പറ്റി ഞങ്ങൾക്ക്. എങ്ങനെയാണ് അവർ ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നമുക്ക് ജ്യൂസായിട്ട് അത് കിട്ടുന്നതെന്നുള്ളത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാവരും തൊട്ടടുത്ത് ഇങ്ങനെ കൂടി നിന്ന് കാഴ്ചകളൊക്കെ കാണാമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇനി ഒരു ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് മാർക്കറ്റിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ ആണ്. അപ്പോൾ ഇതാ നമ്മുടെ കരിമ്പിൻ ജ്യൂസ് ചേട്ടൻ ഞങ്ങളുടെ കോട്ടേഴ്സിൽ നിന്ന് പോകുന്നത് ആ വഴിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും എല്ലാവരും ഇതാ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജ്യൂസ്. ഇത് ഞാൻ ലാസ്റ്റ് സൺഡേയിലെടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈകിയെന്ന് മാത്രം. എൻ്റെ ത്രോട്ട് ഒട്ടും ശരിയല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നതാണ്. ഇപ്പോഴും ഞാൻ നോർമലായി വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളിത് ആ മാർക്കറ്റിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല റഷായിരുന്നു. കഴിഞ്ഞ സൺഡേയിൽ അംബേദ്കർ ജയന്തി ആയതുകൊണ്ട് തന്നെ റാലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ വളരെ പതുക്കെയാണ് ഞങ്ങൾ മാർക്കറ്റിലേക്ക് എത്തിയത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇതാ മാർക്കറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് കടയിലേക്ക് പോകാനായിട്ട്. ഞങ്ങൾ ആദ്യം തന്നെ പോകുന്നത് സാരി വാങ്ങിക്കാനുണ്ട് എനിക്ക് ഒരെണ്ണം. അപ്പോൾ സാരി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സാരി വാങ്ങിക്കാനുള്ള കടയിലേക്കാണ് പോകുന്നത്. സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഗ്യാപ്പില്ല നമുക്ക് വണ്ടി ഇടാൻ. എന്തായാലും ഇവിടെ ഒരു ശകലം ഗ്യാപ്പ് കിട്ടി. അപ്പോൾ ഇവിടെ എന്തായാലും നമ്മുടെ വണ്ടി നിർത്തി നമ്മൾ കടയിലേക്ക് പോകണം. ഞങ്ങളങ്ങനെ ഷോപ്പിലെത്തിയിട്ടോ. അപ്പോൾ അതാ ഒരു നമ്മുടെ ഒരു ഇഷ്ടമൊക്കെ അനുസരിച്ച് അവർ ചോദിച്ചറിഞ്ഞ് പല പല മോഡലിലുള്ള സാരികൾ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്കൂടി ശരിക്കും പറഞ്ഞാൽ ഈ കടയിൽ 2 ഫ്ലോർ ഉണ്ട്. താഴെ ഒരു ഫ്ലോറും അതുപോലെ തന്നെ മുകളിലുണ്ട് ഒരു ഫ്ലോറ്.
അപ്പോൾ ഇവിടെ അവർ കുറച്ച് സാരികളൊക്കെ കാണിച്ചു തന്നു. അതിനുശേഷം പിന്നെ അവർ പറഞ്ഞു മുകളിലാണെങ്കിൽ ചുടിദാറ് സാരികൾ എല്ലാം ഉള്ള ഏരിയയാണ്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്നും പറഞ്ഞു അങ്ങനെ മുകളിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ ഈ കടയിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഇത് അടുത്തിടെ ഓപ്പണായ ഒരു കടയാണ്. ഇത് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയൊരു കുട്ടിയുടെ ഫാമിലിയുടെ കടയാണ്. അപ്പോൾ അങ്ങനെ ഇതാട്ടോ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ സ്റ്റുഡൻ്റാണ് ഈ നിൽക്കുന്ന കുട്ടി. ആൾ തന്നെയാണ് ഞങ്ങൾക്ക് സാരികളൊക്കെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മുകളിൽ ഞങ്ങളെ കൊണ്ടുപോയി അവിടെ ഇരുത്തി കുറേ സാരികൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെടുക്കണ്ടേന്ന് നമുക്ക് ഒരു പിടുത്തമില്ല, ആ രീതിയിൽ ഇഷ്ടംപോലെ സാരികൾ കാണിക്കുന്നുണ്ട് കേട്ടോ അവർ. നമുക്ക് ഏതെങ്കിലിനോടൊരു ഇഷ്ടക്കുറവ് കാണിക്കുമ്പോൾ അപ്പോൾ അതവർ മാറ്റി പിന്നെ വേറെ മോഡൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കളറും മോഡലും ഡിസൈനും അതുപോലെ തന്നെ തുണിയൊക്കെ ആയാലും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ കുറേ സമയം കണ്ടിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് വല്ലാത്തൊരു ലോകമാണ് സാരികളുടെ ഈ ഒരു ലോകം. ഏതാ എടുക്കണ്ടേന്നൊന്നും ഒരു പിടുത്തമില്ല, അവരിങ്ങനെ കൊണ്ടുവന്നിട്ട് കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മടിയില്ലായിരുന്നു കേട്ടോ കാണിച്ചു തരാനൊന്നും, ഇഷ്ടംപോലെ അവരെടുത്തിട്ട് കാണിച്ചു തന്നുകൊണ്ടിരിക്കുക. ഞങ്ങളാണെങ്കിൽ സാരികളൊക്കെ ഇങ്ങനെ ഇടുന്നത് കണ്ട് എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറേ കോട്ടൺ സാരികളും കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ കോട്ടൺ സാരികളും നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കോട്ടൺ സാരിയേക്കാളും നമുക്ക് കംഫർട്ടബിൾ മറ്റുള്ള മെറ്റീരിയൽസ് അല്ലേന്ന് വെച്ചിട്ട് ഞാൻ വീണ്ടും കോട്ടൺ സാരികളൊക്കെ ഒരുക്കി കണ്ടെങ്കിലും അതൊക്കെ നീക്കി വെച്ച് വീണ്ടും മറ്റു മെറ്റീരിയൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ജോർജറ്റിൻ്റെയും ഷിഫോണിൻ്റെയും സിൽക്കിൻ്റെയും അങ്ങനെയുള്ള ഒത്തിരി സാരികളൊക്കെ കാണിച്ചു തന്നു. അങ്ങനെ പഠനെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ അവരിങ്ങനെ കാണിച്ചു തന്നപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു സാരി ആദ്യം സെലക്ട് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ വീണ്ടും അവരെടുത്തിട്ട് കാണിച്ചപ്പോൾ അതിനകത്ത് ഇഷ്ടപ്പെട്ടപ്പോൾ ചേട്ടൻ പറഞ്ഞു തന്നാൽ അവരുടെ കൂടെ എടുത്തോളാൻ. അപ്പോൾ അതിനോടൊപ്പം തന്നെ അവർ ഒന്ന് കണ്ടിട്ട് എടുത്തില്ലെങ്കിലും കണ്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു. പിന്നെയും കുറച്ചും കൂടെ കാണിച്ചു. അങ്ങനെ ടോട്ടൽ 3 സാരി എടുത്തു കേട്ടോ. എല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ട സാരികളായിരുന്നു. നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു എന്തായാലും ഈ കടയിൽ. അങ്ങനെ 3 സാരികൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെടുത്ത സാരികൾ 3 എണ്ണം അവർ താഴത്തെ ഫ്ലോറിലേക്ക് കൊണ്ടുപോകണം കേട്ടോ, ഗ്രൗണ്ട് ഫ്ലോറിലേക്ക്. അവിടെയാണ് നമ്മുടെ ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം. അപ്പം ഞങ്ങളും അവരുടെ ഒപ്പം തന്നെ താഴേക്ക് പോയി. അങ്ങനെ ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സാരി കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ സാരി ഷോപ്പിംഗ് ഇറങ്ങി. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കിച്ചൺ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ച് വന്നിപ്പിക്കുന്ന നല്ല നേരമായി. അപ്പോൾ വാങ്ങിച്ചുകൊണ്ടെന്ന് സാരി കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ഒരു സാരി വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവരവിടെ എടുത്തിട്ട് കാണിക്കുന്ന കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് വേറെ 2 എണ്ണം കൂടെ എക്സ്ട്രാ എടുത്തു. ഞങ്ങൾക്ക് ഈ ആഴ്ചയിൽ ശരിക്കും പറഞ്ഞാൽ 2 കല്യാണങ്ങളുണ്ട്. 2 കല്യാണങ്ങൾക്ക് പോകണം. അപ്പോൾ അന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാങ്ങിച്ച് ബ്ലൗസൊക്കെ തയ്ക്കാൻ വേണ്ടി കടയിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴാണ് അവർ പറഞ്ഞത് ഈ 1-2 ആഴ്ച ഇവിടെ UP-യിലൊക്കെ അങ്ങനെ കല്യാണ സീസൺ ഉണ്ട് അവർക്ക്, പല സീസണുകളിലാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ സീസണാണ്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും സമയമില്ല, അവർ വളരെ ബിസിയാണ്. അപ്പോൾ 3-4 ദിവസം കൊണ്ടൊന്നും ബ്ലൗസ് തയ്ച്ച് കിട്ടില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് പട്ടിക്ക് മുഴുവൻ വീട്ടിൽ പോലെയായി എന്ന് പറയാം. ഇപ്പോൾ എനിക്ക് സാരി വാങ്ങിച്ചത്. അപ്പോൾ സാരി കിട്ടി, പക്ഷേ ബ്ലൗസ് ഇല്ലാത്ത സ്ഥിതിയാണ്. അപ്പോൾ ഇനി ഞാൻ തന്നെ വേണം ബ്ലൗസ് തയ്ക്കണമെങ്കിൽ. അപ്പോൾ എനിക്ക് ടൈം കിട്ടുമെന്ന് അറിയില്ല. പിന്നെ വേറെ തയ്യൽക്കടക്കാരുടെ അടുത്തൊന്നും പോകാൻ സമയം കിട്ടിയില്ല. ഇന്ന് ചേട്ടനൊന്ന് ഈവനിങ്ങിൽ പറഞ്ഞു വിടണമെന്ന് വിചാരിക്കുന്നു, വേറെ 1-2 ടൈലേഴ്സിൻ്റെയും കൂടെ എടുത്ത്. അപ്പോൾ അവർക്കാർക്കെങ്കിലും ടൈം ഉണ്ട് അവർ തയ്ച്ച് തരുമെങ്കിൽ ഓക്കെ, ഇല്ലേ പിന്നെ ഞാൻ തന്നെ തയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ പഴയ ബ്ലൗസ് വെച്ച് ഒപ്പിക്കേണ്ടി വരും. എന്തായാലും സാരി നിങ്ങളെ ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഇതാട്ടോ ഒരു സാരി, ഞാൻ കവറിൽ നിന്ന് മാറ്റി കാണിക്കാം. ഒരു സാരിക്ക് ചുരിദാറിനൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. നമുക്ക് കടയിൽ ചെന്ന് കഴിയുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആകും. നമ്മളൊത്തിരി ഫ്രണ്ട്സ് ഇട്ടുണ്ടായിരുന്നു ചുരിദാറിൻ്റെയൊക്കെ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ ചേച്ചി ആകെ കൺഫ്യൂഷൻ ആകും. അതുപോലെയാണ് കടയിൽ അത്ര എടുത്തിട്ട് കാണിക്കുന്നുണ്ടെന്ന്. ശരി തന്നെയാണ്, ഏതെടുക്കണ്ടേന്ന് ഒരു കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഒരുപാട് കാണിക്കുമല്ലേ. ഇതിന് ഇപ്പോൾ സ്റ്റേപ്ലർ ഇപ്പോൾ പിടിപ്പിച്ചേക്കാൻ എനിക്കത് പിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ സാവധാനം പിടിക്കുക നമുക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സാരി. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഏത് സാരി കൂടുതൽ ഇഷ്ടമായി എന്നൊക്കെ കമൻസിലൂടെ അറിയിച്ചോളൂ കേട്ടോ. ഇതാണ് എൻ്റെ ഒരു സാരി. ഇതാണ് സാരിയുടെ തല. സാരി തല ഇതാണ് കേട്ടോ.
ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 1395, 1400 എന്ന് പറയാം. ഇതാണ് ഒരു സാരി. അടുത്ത സാരി കാണിക്കാം. കടയിൽ നിന്ന് തന്നെ നിങ്ങൾ കണ്ടു കാണിയിരിക്കും. ഞങ്ങളെടുക്കുന്ന വീഡിയോ ഞങ്ങൾക്ക് സാരികൾ എടുത്തിട്ട് തന്നുകൊണ്ടിരുന്നപ്പോൾ ഉള്ള വീഡിയോ ക്ലിപ്പിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതാണ് കേട്ടോ ഒരു സാരി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 കളർ മിക്സ് ആയിട്ടുള്ള ഡിസൈനാണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് ബ്ലൂ ആണ്. പക്ഷേ സാരിയുടെ തന്നതായി ഇതാട്ടോ മുന്താണി ഇതാണ് സാരിയുടെ മുന്താണി. പിന്നെ സാരിയിൽ കൂടുതൽ ഭാഗവും ഇങ്ങനെ ഈ കളർ ഈ ഒരു ഡിസൈനാണ്. പക്ഷേ ബ്ലൗസ് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ബ്ലൂ പാട്ട് മുന്നുണ്ട്. കുറച്ച് ബ്ലൂ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഉടുക്കുന്ന ഭാഗത്ത് കുറച്ച് ബ്ലൂ പാട്ടാണ്. ഇവിടെയാണ് ബ്ലൗസ് ചെറിയ പ്രിൻ്റുള്ള കൊച്ചു പ്രിൻ്റ്. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല, ഞാൻ കാണിച്ചത് കണ്ടോ, ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടെന്ന്. അതാണ് ബ്ലൗസ് പീസ്. പിന്നെ ബാക്കി മൊത്തം സാരി ഇങ്ങനെ. ഇത് ചേട്ടന് ഭയങ്കര ഇഷ്ടമായി. ചേട്ടൻ എന്തായാലും ഇത് എടുത്തോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ എടുത്തിരിക്കുന്നത് ചെറിയൊരു ഗോൾഡൻ കളർ ടച്ച് വരുന്ന ഒരു സാരിയാണ്. ഇതാണ് ഒരു സാരി. ഇപ്പം കൊടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നൊന്നും അറിയില്ല. എന്തായാലും കടയിൽ നിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി വാങ്ങിയതാണ്. ഇതാണ് നമ്മുടെ അടുത്ത സാരി. അവർ ഇങ്ങനെയൊക്കെ പാക്കറ്റിലൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതൊരു സിൽക്ക് സാരിയാണ്. ഒരു സെക്കൻഡ്, ഈ സാരിയുടെ വില നമ്മൾ പറഞ്ഞില്ലല്ലോ അല്ലേ? ഈ സാരിയുടെ റേറ്റ് എന്ന് പറയുന്നത് 1550 രൂപ കേട്ടോ. ഇതിൻ്റെ റേറ്റ് 1550. ഇത് നമുക്കതാ ഈ സാരി കാണാം. ഇത് എന്താ പറയുക, പിങ്ക് കളർ സാരി. വീഡിയോയിൽ ഇപ്പം എങ്ങനെയാണ് വരണേന്ന് എനിക്കറിയില്ല. ഇതാണ് ഇതിൻ്റെ മുന്താണി. സാരിയുടെ മുന്താണി ഇതാണ് സാരിയുടെ ബ്ലൗസ് പീസ്. ഇതാണ് ബ്ലൗസ് പീസ്. പ്ലെയിൻ ബ്ലൗസ്, ബോർഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൈമ കൊടുക്കാനൊക്കെ ആയിട്ടുള്ള ബോർഡർ ഇതവിടെ ഉണ്ട്. സാരി ഇതാണ് ഇങ്ങനെ. പക്ഷെ ഇത് നല്ല സിൽക്ക് സാരിയാണ്. സാരിയുടെ ഉള്ളിലത്തെ ഡിസൈൻ മുന്താണി കഴിഞ്ഞിട്ട് വരുന്ന ഭാഗത്തുള്ള ഡിസൈൻ ഇതാട്ടോ. ഇതിൻ്റെ റേറ്റ് എത്രയെന്നല്ലേ? ഇതിൻ്റെ റേറ്റ് പറയാം കേട്ടോ. ഇവൻ ഇത്തിരി കൂടിയ ഐറ്റാണ്. ഇവിടെയാണ് ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ റേറ്റ് ഇതാ 2450 രൂപ. 2450. അപ്പം അങ്ങനെ ഇന്ന് ചേട്ടൻ ആകെ അവശതയായിരിക്കുകയാണ്. 3 സാരി നമ്മൾ ഒരുമിച്ചെടുത്ത് ഒരു സാരി വാങ്ങിക്കാൻ പോയതായിരുന്നു. പക്ഷേ 3 സാരി സത്യം പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞിട്ട് ചേട്ടൻ ഞാൻ എടുത്തത്. ഡ്രസ്സ് കാര്യങ്ങളൊന്നും വാങ്ങിച്ചിരുന്നൊന്നും അങ്ങനെയൊന്നും മടിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഒത്തിരി നാളായിരുന്നു അഞ്ജുവിൻ്റെ ഹോളി കമ്മ്യൂണിൻ്റെ സമയത്ത് സാരി എടുത്തതാണ്. പിന്നെ ഞാൻ സാരി ഒന്നും എടുത്തിട്ടില്ല. കാരണം പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് സ്കൂളിൽ യൂണിഫോമാണ്. അപ്പോൾ പിന്നെ സാരി എടുക്കേണ്ട ആവശ്യം അങ്ങനെ വരുന്നില്ല. ആകെ ഞങ്ങൾക്കൊരു ദിവസമാണ് കളർ സാരി എടുക്കാനുള്ള പെർമിഷനുള്ളൂ. അപ്പോൾ അത് കയ്യിലുള്ള സാരികളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ 2 കല്യാണം അടുപ്പിച്ച് വന്നപ്പോൾ തോന്നി എന്നാൽ പോയി 2 സാരി എടുക്കാമെന്ന്. അല്ല, ഒരു സാരി എടുക്കാമെന്നാണ് ഉദ്ദേശിച്ച്. ചെന്നപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ പിന്നെ 3 ആക്കിയെന്ന് മാത്രം. ഇനി ഇതിൻ്റെ ബ്ലൗസ് കാര്യങ്ങളൊക്കെ തയ്ക്കണം. ഞാനാണെങ്കിൽ ഇപ്പോൾ ബ്ലൗസൊക്കെ തയ്ച്ചിട്ട് ഒത്തിരി നാളായി. ഇനി അതിൻ്റെ ബുക്ക് എവിടെയാണ് എഴുതി വെച്ചേക്കണ, നോട്ട്ബുക്കൊക്കെ എവിടെയാണെന്ന് തയ്പ്പ് പഠിക്കാൻ പോയ സമയത്തൊക്കെ എഴുതി വെച്ചതാണ്. അത് എവിടെയെന്നൊക്കെ നോക്കി കണ്ടുപിടിച്ചൊക്കെ എടുത്ത് വീണ്ടും പഴയ ഓർമ്മകളെല്ലാം ഇനി പുതുക്കിയൊക്കെ കൊണ്ടുവരണം. എന്നിട്ട് വേണം ഈ ബ്ലൗസൊക്കെ തയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ടൈം എടുക്കും ഇനിയിപ്പോൾ ബ്ലൗസൊക്കെ തയ്ക്കാൻ. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.